Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്രൈമറി കെയർ വരെ പറഞ്ഞു നിർത്തിന്നു അല്ലേ? പ്രൈമറി കെയർ അല്ലേ? ഓക്കെ, എല്ലാവരും വായിച്ചോ പ്രൈമറി കെയർ? സ്മോൾ ഹോസ്പിറ്റലും മിഡ് സൈസിലും ലാർജ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ? Yes, ma'am. ഓക്കെ, മനസ്സിലായല്ലേ? ഞാൻ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ പറയുന്ന ആൾ ഒഴികെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ആ പറയുന്ന ആള് മാത്രം വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റെഡിയാണോ? Yes, ma'am. ഓക്കെ. ഓക്കെ, ഫിദ റംഷാദെ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യും കേട്ടോ. ഫിദ റംഷാദ് മാത്രം സെക്കൻഡറി കെയർ ഒന്ന് വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? These are hospitals that offer medical care which is one level higher than primary care. ഈ ഹോസ്പിറ്റൽസ് പ്രൈമറി ലെവലിനെക്കാട്ടിയും കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്നതാണ്. Such hospitals will offer treatments such as general surgery, non-complex specialty surgeries, basic intensive care clinical procedures, cesarean delivery, etc. ഈ സെക്കൻഡറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ജനറൽ സർജറി, ചെറിയ ചെറിയ സർജറീസും ICU, പിന്നെ ഡെലിവറിയിലെ C സെക്ഷൻ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതാണ്. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഇതൊന്നും കിട്ടില്ല. In government system, community health center and divisional and district hospitals are considered as secondary care level hospitals. CHSC പോലുള്ള ജില്ലാതലത്തിലുള്ള ഹോസ്പിറ്റലിനെയാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കുന്നത്. Secondary care hospitals are better resources than primary hospital and can handle a large number of emergency cases. Primary health center നെക്കാട്ടിയും ലാർജ് നമ്പർ ഓഫ് ക്രിട്ടിക്കലായിട്ട് വരുന്ന കേസസ്, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വരുന്ന കേസസ് ചെയ്യാൻ കേപ്പബിൾ ആണ് സെക്കൻഡറി കെയർ. മോസ്റ്റ് ഓഫ് ദി സ്മോൾ ആൻഡ് മിഡ്-സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഡിസ്ക്രൈബ്ഡ് ഇൻ earlier section generally offer secondary care. ഓക്കെ, കഴിഞ്ഞല്ലേ? ഇനി മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ ഫിദ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ സെക്കൻഡറി കെയർ എല്ലാവരും വായിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഫിദയുടെ കൂടെ തന്നെ. അപ്പൊ ഈ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ പറയുന്നേ? ഇവിടെ മെഡിക്കൽ കെയർ കൊടുക്കുന്നത് പ്രൈമറി ലെവലിനേക്കാളും കുറച്ച് ഹൈ ആയിട്ടാണ്. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നുണ്ട്. ഒരു ഹയർ ലെവലിലുള്ള മെഡിക്കൽ കെയർ ആണ് ഇവിടെ കൊടുക്കുന്നത്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോ നമ്മള് പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ കണ്ടു, എന്താ പറയാ, കൺസൾട്ടേഷൻ ഉണ്ടാവും. അവിടെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഉണ്ടാവും, വാക്സിനേഷൻ ഉണ്ടാവും, പിന്നെ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് സിമ്പിൾ അലൈൻമെന്റിനുള്ള ചികിത്സകൾ ഉണ്ടാകും, സീസണൽ ഇൻഫെക്ഷനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാകും. എന്നാൽ അതിനേക്കാളൊക്കെ എന്താണ്, ഒരു പിടി മുകളിലാണ് എവിടെ കൊടുക്കുന്ന കെയർ, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒന്നാണ് എന്ത്, ജനറൽ സർജറി നടക്കുന്നത്. ഓക്കെ, അതായത് ചെറിയ ചെറിയ ശസ്ത്രക്രിയകൾ. ഇപ്പോ രോഗികൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കുന്നുണ്ട്, അവിടെ ജനറൽ സർജറി നടത്താറുണ്ട്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള സർജറി അല്ല, ജനറൽ ആയിട്ടുള്ള സർജറി നടത്താറുണ്ട്. അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്, അധികം സങ്കീർണമല്ലാത്ത,
അതായത് ഭയങ്കര പാടുള്ള ഓപ്പറേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ഓപ്പറേഷൻ അല്ലാതെ ചെറിയ ചെറിയ രോഗങ്ങൾക്കൊക്കെ എന്തെങ്കിലുമുള്ള സർജറീസ്, ചെറിയ ചെറിയ ആക്സിഡന്റിനുള്ള സർജറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ, അതായത് അത്യാഹിതം വിഭാഗം മീൻസ് അതായത് ICU കെയർ ആവശ്യമുള്ള രോഗികൾക്ക് ആ ഒരു കെയർ കൊടുക്കുന്നുണ്ട്, ആ ഒരു ട്രീറ്റ്മെന്റ് ICUയിൽ, അതായത് തീവ്ര പരിചരണ വിഭാഗത്തില് പ്രവേശിപ്പിക്കേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള ഒരു ചികിത്സ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഈ ഒരു പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിസേറിയൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവിടെ. നമ്മള് പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ പറഞ്ഞു നോർമൽ ഡെലിവറി മാത്രമാണ്, ഓക്കെ. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ എന്തായത്, അവിടെ സിസേറിയൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്നും നമ്മൾ നോക്കിക്കാണുവാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHSCയും അതുപോലെ തന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും നമുക്ക് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിനെ ആയിട്ട് എന്ത് ചെയ്യാം, കണക്കാക്കാം. ഓക്കെ, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റർ CHSCയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും, നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലാതല ആശുപത്രികൾ ഉണ്ടല്ലോ, ആ ആശുപത്രിയും അതുപോലെ തന്നെ ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ താഴേക്ക് വരുന്നതാണ്, മീൻസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ സബ് ആയിട്ട് വരുന്നതും. എന്നാല് CHSC അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കുറച്ച് മുകളിലായിട്ട് വരുന്ന ഹോസ്പിറ്റൽസിനെയാണ് എന്ത് പറയുന്നത്, ഡിവിഷണൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റലുകളിലാണ് എന്ത് കൊടുക്കുന്നത്, സെക്കൻഡറി കെയർ നൽകപ്പെടുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സസ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാൻ ഹാവ് ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് എന്താണ്, കുറേയധികം കൂടുതലായിട്ടുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. അതുപോലെ തന്നെ എമർജൻസി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി പണ്ട്, അതായത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ എന്താണ്, ഈ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിന്, അതായത് ചെറിയ ഹോസ്പിറ്റലും അതുപോലെ തന്നെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലൊക്കെ എന്താണ് ഏർലിയർ സെക്ഷനില് സെക്കൻഡറി കെയർ കൊടുത്തിരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി എന്താണ് ഹൈ ആയിട്ട് നിൽക്കുന്നതാണ്. സെർവിങ് പോലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി കെയർ വന്നു കഴിഞ്ഞാല്, എമർജൻസി അതായത് ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അവരതിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് CHSCയും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും സബ് ഡിവിഷണൽ ഹോസ്പിറ്റലും ഒക്കെയാണ് ഇത് വരുന്നത്, ഈ ഒരു സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമ്മൾ പ്രൈമറി കെയർ പഠിക്കുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം അവിടെ കെയർ ആണ് കൊടുക്കുന്നത്. എന്നാല് നമ്മൾ സെക്കൻഡറി കെയറിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള പരിചരണമാണ്, കുറച്ചും കൂടി, അതായത് ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഫെസിലിറ്റിയിലായാലും, പിന്നെ അതുപോലെ സിസേറിയൻ കണ്ടക്ട് ചെയ്യുന്നതിലായാലും, അതുപോലെ സർജറി കണ്ടക്ട് ചെയ്യുന്നതിലായാലും കുറച്ചും കൂടി നല്ല രീതിയിലുള്ള പരിചരണം ആര് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഹോസ്പിറ്റൽസ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? Yes, ma'am. Yes, ma'am. ഓക്കെ. Yes, ma'am. നെക്സ്റ്റ് ടെർഷറി കെയർ കേട്ടോ. അപർണ CP നമ്മളൊന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ, ബാക്കി എല്ലാവരും ക്ലിക്ക് ചെയ്യാം കേട്ടോ. Tertiary care. These are hospitals with the most advanced level of care. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. Tertiary care hospital will have most advanced equipment and doctors' level of qualification and expertise. The operation theaters and ICU of such hospitals will typically be state-of-art government system. The medical college hospitals are tertiary care level. അതായത് ദിസ് ഹോസ്പിറ്റലൊക്കെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ, ജനറലി ദേ ഓഫർ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ വിച്ച് എടുത്ത്, അതായത് ഈ ഹോസ്പിറ്റലൊക്കെ അറിയപ്പെടുന്ന കുറച്ച്
മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവലിൽ വരുന്ന ഹോസ്പിറ്റലെയാണ് ടെറിട്ടറി കെയർ എന്ന് പറയുന്നത്. അതായത് ജനറലി സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റൽ, അതായത് കാർഡിയക്, ന്യൂറോ, നെഫ്രോ, ക്യാൻസർ എക്സെട്ര പോലെയുള്ള ഫീൽഡിലൊക്കെ വരുന്ന കുറച്ച് ഇതായിട്ടുള്ള ഹോസ്പിറ്റൽ. പിന്നെ ഇവിടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫിക്കേഷനുള്ള നല്ല ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. പോരാതെ ഇതൊരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം ആ ഒരു ഫീൽഡിൽ വരുന്ന അങ്ങനെ എന്തോ പറയുന്നത്. ഓക്കെ മോളെ പറഞ്ഞു. പിന്നെ ഇത് ഈ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓക്കെ. ഓക്കെ, അതായത് ടെറിഷറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തൃതീയ തലം എന്നാണല്ലോ പറയാം. നമ്മൾ പ്രൈമറി പറഞ്ഞപ്പോ പ്രാഥമികം അല്ലെ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, പിന്നെ സെക്കൻഡറി പറഞ്ഞപ്പോൾ എന്താണ് ദ്വിതീയ അല്ലെ സെക്കൻഡ് ആയിട്ട് നിൽക്കുന്നത്. ടെറിഷറി എന്ന് പറഞ്ഞാൽ എന്താണ് തേർഡ് ആയിട്ട് നിൽക്കില്ല, തൃതീയം എന്നാണ് പറയുന്നത് മലയാളത്തില്. അപ്പോ മൂന്നാം ഘട്ടം ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലുള്ള ഹോസ്പിറ്റലിനെയാണ് ഇത് പറയുന്നത് ടെറിഷറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അഡ്വാൻസ് ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്നത് കുറച്ചും കൂടി അവർ ഓഫർ ചെയ്യുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് ആണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് തരിക. അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അവിടെ, പല പല വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇൻ ദ ഫീൽഡ് ഓഫ് കാർഡിയാക്, ന്യൂറോ, നെഫ്രോ, ക്യാൻസർ എക്സെട്ര. കാർഡിയാക് വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ആയിട്ടാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ എന്താണ് അവര് പ്രവേശിപ്പിക്കുന്നത് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അല്ലെ, ഹൃദയം റിലേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ന്യൂറോ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ എന്താണ് അവരെന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകും. ഇനി നെഫ്രോ ആണെങ്കിൽ എന്താണ് നമ്മുടെ കിഡ്നി, വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ ഡയാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാ കൊണ്ടുപോവുക ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊണ്ടുപോവുക അല്ലെ. ഇനി ക്യാൻസർ അല്ലെ, നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആരെ കൊണ്ടുപോവുക, ക്യാൻസർ പേഷ്യൻസിനെ കൊണ്ടുപോവുക. അപ്പൊ ഓരോ പേഷ്യൻസിന്റെ രോഗം എന്താണോ അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനെ തരംതിരിക്കുന്നുണ്ട്. അതനുസരിച്ച് അവരുടെ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അവരെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് എവിടെയാണ് ലഭിക്കുന്നത്? അത് ടെറിഷറി കെയർ ഹോസ്പിറ്റൽസിലാണ് നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്, അതായത് ഭയങ്കരമായിട്ടുള്ള അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സുകളായിരിക്കും അവിടെ ഉണ്ടാവുക ഈ ഒരു ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ലോക്കലിൽ കിട്ടുന്ന സംഭവങ്ങളല്ല, കൂടുതലായിട്ടും വേറെ രാജ്യങ്ങൾ, വേറെ കൺട്രീസ് എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി ടെക്നോളജി കൂടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഈ ഒരു ഹോസ്പിറ്റലിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഹൈ ആയിട്ടുള്ളതായിരിക്കും. അവര് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. ഇവിടെയുള്ള ഡോക്ടേഴ്സ് ആയിരിക്കില്ല, ചില ഡോക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും കൊണ്ടുവരും അല്ലെ, സ്പെഷ്യൽ ആയിട്ടുള്ള കൺസൾട്ടേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന ഡോക്ടേഴ്സ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് ടെറിഷറി കെയർ ഹോസ്പിറ്റലിലാണെന്ന് ഓർത്തിരിക്കും. ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഹൈ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ദ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ICU ഓഫ് സച്ച് ഹോസ്പിറ്റൽസ് വിൽ ടിപ്പിക്കലി ബി സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം. അതുപോലെ തന്നെ അവിടെ കാണുന്ന ഓപ്പറേഷൻ തിയേറ്റർ, അതായത് ഒരു തിയേറ്ററിൽ ഉണ്ടാവുക, അവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ തന്നെ അവിടെയുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റിനൊക്കെ നമുക്ക് എന്താണ് കാണപ്പെടുക, അതായത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം. അത് ഉദ്ദേശിക്കുന്നത് അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ICU അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റേഴ്സും അതുപോലെ തന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റുമാണ് ടെറിഷറി കെയർ ഹോസ്പിറ്റൽസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക.
അതുപോലെ തന്നെ ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആർ ടെർഷറി കെയർ ലെവൽ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അല്ലെ, ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത് അല്ലെ കൂടുതലും. രണ്ട് കാര്യങ്ങൾ, പ്രൈമറി കെയർ പറഞ്ഞപ്പോഴും സെക്കൻഡറി കെയർ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു അല്ലെ, ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ ടെർഷറി കെയറിൽ നിന്ന് നോക്കി കാണുവാണെങ്കിൽ ഏതും, അതായത് ടെർഷറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ അത് നമുക്ക് മെഡിക്കൽ കോളേജിനെ പറയാം അല്ലെ. അതായത് എന്തെങ്കിലും ഒരു ആളുകൾക്ക് ഇപ്പൊ എന്തെങ്കിലും സാധാരണ, അതായത് പാവപ്പെട്ട ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് പറ്റുകയോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗം ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് അവർക്ക് പെട്ടെന്ന് എന്താണ് വലിയ ഹോസ്പിറ്റലിൽ, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഒന്നും അവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് എങ്ങോട്ടാ? മെഡിക്കൽ കോളേജിലൊക്കെ ചൂസ് ചെയ്യുന്നത്. കാരണം എന്താ? നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ കിട്ടുന്നത്. നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ചികിത്സാ രീതിയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് ഉള്ളത്. പക്ഷേ നമ്മുടെ പ്രശ്നം, ഗവൺമെന്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പ്രോപ്പർ ആയിട്ടുള്ള ബെഡ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ കൂടുതലും ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നത്, വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ മെഡിക്കൽ കോളേജിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലുള്ള ഡോക്ടേഴ്സ് ഹൈ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളാണ്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ധാരാളമായിട്ടുണ്ട്. പക്ഷെ ബെഡിന്റെ അവൈലബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എപ്പോഴും റെഫർ ഔട്ട് ചെയ്യുന്നത്, മറ്റുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നത്? റെഫർ ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ബെഡിന്റെ അവൈലബിലിറ്റി ആണ് എപ്പോഴും ഹോസ്പിറ്റലിന്റെ കേസിൽ പ്രശ്നം വരിക. ബെഡ് അവൈലബിലിറ്റി നിങ്ങൾക്ക് തുടർന്നുള്ള ചാപ്റ്ററുകളുടെ ബെഡിന്റെ അവൈലബിലിറ്റി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നവരാണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ ചിപ്പി, കുഴപ്പമില്ല കേട്ടോ, പിന്നെ കണ്ടാൽ മതി ക്ലാസ്. അപ്പോ നിങ്ങള് അറിഞ്ഞിരിക്കണം കേട്ടോ. ബെഡ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാല് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് പല എന്താ പറയാ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഓക്കെ, എപ്പോഴും നിങ്ങള് ഇപ്പൊ നിങ്ങൾക്കൊരു ICUല് നിങ്ങൾക്കൊരു കോർഡിനേറ്റർ ആയിട്ട് ചാർജ് കിട്ടിയാലോ, അതുപോലെ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ വർക്ക് ചെയ്താലോ നിങ്ങൾക്ക് അപ്പ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവുക ബെഡ് അവൈലബിലിറ്റി ആയിരിക്കും. അത് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഡ്യൂട്ടിക്ക് കയറാം. ഓക്കെ, അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത് മനസ്സിലായോ? Yes, ma'am. Yes, ma'am. ഓക്കെ, ഇനി ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആരാ വായിക്കുക? ഞാൻ പറയാം കേട്ടോ, പറയാം. സി ലിജോ, ആളെ വിളിച്ച് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. Clinical specialties. Hospitals can also be classified on the basis of clinical specialty they offer. For example, hospitals which offer cardiac care are classified as cardiac hospitals, which provide cancer care are classified as onco hospital. അതായത് ഹോസ്പിറ്റൽസിനെ പലതരത്തിൽ അവരുടെ സ്പെഷ്യാലിറ്റി ഓഫറിന്റെ അനുസരിച്ച് തരംതിരിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കാർഡിയാക് കെയറിൽ വരുന്നതിനെ കാർഡിയാക് ഹോസ്പിറ്റൽ എന്നുള്ളതിലും ക്യാൻസർ അങ്ങനെ വരുന്നതിനെ ഓൺകോ ഹോസ്പിറ്റലാണ് തരംതിരിക്കുന്നു. ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ one or more specialty, namely single specialty or multi specialty hospitals. അതിന്റെ ഓഫർ അനുസരിച്ച് അവയെ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും ഇതാക്കുന്നു. ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫർ, ദ ടൈപ്പ് ഓഫ് റിസോഴ്സ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഇറ്റ് ഡിറ്റർമൈൻ. For example, a cardiac hospital will need cath lab and a cardiac ICU, while an onco hospital will require radiation therapy unit. ആശുപത്രി വാഗ്ദാനം ചെയ്യുന്ന അതിന്റെ ഇതിനനുസരിച്ച് അതിന്റെ ആശുപത്രികള് ഓരോ കാര്യങ്ങൾ നമുക്ക് ഓക്കെ, ഞാൻ പറയാം. അതായത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റൽ ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് എ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ദേ ഓഫർ.
അതായത് ഓരോ ഹോസ്പിറ്റൽസും കൊടുക്കുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലുകളെ തരംതിരിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ലെവൽ ഓഫ് കെയർ ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ലെവൽ ഓഫ് കെയറില് നമ്മൾ പ്രൈമറി കെയർ പറഞ്ഞു, സെക്കൻഡറി കെയർ പറഞ്ഞു, ടെറിഷറി കെയർ പറഞ്ഞു. ഇത് മൂന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. അപ്പൊ എന്താണ് നമുക്കതൊന്ന് നോക്കാം. അതായത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്, കാർഡിയ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് കാർഡിയ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഓക്കെ, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് എന്ത് വിളിക്കാം, കാർഡിയ ഹോസ്പിറ്റൽ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ക്യാൻസർ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾക്ക് ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് വിളിക്കാം. ഓക്കെ, അവിടെ എന്ത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ആണോ കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ തരംതിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ a hospital can offer one or more speciality, namely സിംഗിൾ സ്പെഷ്യാലിറ്റി ഓർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റൽസിനെ എന്ത് ചെയ്യാം, അതായത് ഒരു സ്പെഷ്യാലിറ്റി, അതായത് ഒരെണ്ണമാണെങ്കിൽ ഇപ്പൊ ഒരു കെയർ ആണ്, ഒന്നിന് മാത്രമാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ അതിന് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് വിളിക്കും. ഒന്നിനെ മാത്രമായിട്ടാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹോസ്പിറ്റൽ. ഓക്കെ, ഐ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ എന്താണ്, ഐക്ക് വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. അവിടെ ധാരാളം ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ആ ഡോക്ടേഴ്സ് ഒക്കെ എന്താണ്, കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നവരാണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മള് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഒരെണ്ണത്തിന് വേണ്ടി മാത്രം. ഓക്കെ, ഒരെണ്ണത്തിന് വേണ്ടി മാത്രമാണ് ഉണ്ടാവുക. ഇനി അടുത്തത് മൾട്ടി സ്പെഷ്യാലിറ്റി ആണ്. മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ നമുക്കറിയാം ധാരാളം ഡോക്ടർമാരുണ്ടാകും, ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. പല പല അസുഖങ്ങൾക്കാണ് അവിടെ എന്ത് ചെയ്യുക, ചികിത്സിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മള് മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ഇതുണ്ട്, അതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞു, കണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോൺ സ്പെഷ്യാലിറ്റി മീൻസ് എല്ല് രോഗ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക. ആ ഹോസ്പിറ്റലില് ബോൺ റീപ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ബോൺ റീപ്ലേസ്മെന്റിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഡോക്ടേഴ്സും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലില് സൂപ്പർ സ്പെഷ്യാലിറ്റി ആണോ പറയുന്നത്, ഈ ഒരു ഹോസ്പിറ്റലില് സ്പൈനൽ സർജറിക്ക് വേണ്ടിയിട്ട്, ഓക്കെ, സ്പൈനൽ സർജറിക്ക് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള, അതായത് ഒരു വിഭാഗത്തിന് കീഴിൽ തന്നെ എന്താണ്, സബായിട്ട് കുറേ അധികം എന്ത് വരുന്നു, ഡിപ്പാർട്ട്മെന്റ് വരുന്നു. ഓക്കെ, എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഓക്കെ, നമ്മുടെ ബോണുമായി ബന്ധപ്പെട്ടുള്ള ഓർത്തോ അല്ലെ, ആ ഓർത്തോളജി അല്ലെങ്കിൽ ആ ഓർത്തോ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അതിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബോൺ റീപ്ലേസ്മെന്റിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സ്പൈനൽ സർജറിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ എന്താണ്, അതിന്റെ കീഴിൽ സബായിട്ട് എന്ത് വരുന്നു, ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലെയാണ് നമ്മളത് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഞാനിപ്പോ 3 വിഭാഗങ്ങൾ പറഞ്ഞു. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് സിംഗിൾ സ്പെഷ്യാലിറ്റി ആണ്. ഓക്കെ, അതായത് ഒരു ഐ ഹോസ്പിറ്റൽ ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഒരു വിഭാഗത്തിന് തന്നെ പല ഡോക്ടേഴ്സ് ഉണ്ടാകും. അതുപോലെ മൾട്ടി സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ഡോക്ടേഴ്സ് ആണ് ഉണ്ടാവുക, പല പല ഡോക്ടേഴ്സും പല പല ഡിപ്പാർട്ട്മെന്റ്. ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഒരു രോഗത്തിന് തന്നെ പല ഡിപ്പാർട്ട്മെന്റ് സബായിട്ട് എന്തുണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഞാൻ നോട്ട് തരാം കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് തരാം. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ.
അതുപോലെ തന്നെ അതായത് നമ്മുടെ രോഗം എന്താണോ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റിയിലായാലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലായാലും നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കെയർ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതിനുള്ള എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ എല്ലാവിധ റിസോഴ്സസും അവിടെ ഉണ്ടാവും ഈ ഹോസ്പിറ്റൽസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. കാർഡിയ ഹോസ്പിറ്റൽ വിൽ നീഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയാക് ICU while an onco hospital will require radiation therapy unit. ഒരു കാർഡിയ ഹോസ്പിറ്റൽ എന്തായാലും കാത്ത് ലാബ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒരു കാർഡിയാക് ICUയും ഉണ്ടാകും. ഓക്കെ, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ചികിത്സയാണല്ലോ കാർഡിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടാവും, ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഓങ്കോ ഹോസ്പിറ്റലിനാണെങ്കിൽ ഇപ്പോ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണെങ്കിൽ എന്തായാലും അവിടെ എന്തുണ്ടാവും, റേഡിയേഷൻ തെറാപ്പി ഉണ്ടാകും എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓണർഷിപ്പ് കേട്ടോ. രമ്യ അൻവിക ഒന്ന് വായിച്ചേ നമ്മൾ, എന്നിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. രമ്യ, ജൂബി വർഗീസ്. നമ്മൾ ഓണർഷിപ്പ് ഒന്ന് വായിച്ചിട്ടൊന്ന് പറ കേട്ടോ. ഇത് മൊത്തം വായിച്ചോളൂ. Ownership. On the basis of ownership, a hospital can be classified as follows. ഇവിടെ ഓണർഷിപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, പബ്ലിക് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും. പബ്ലിക് ഹോസ്പിറ്റൽ, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, state government hospital, municipal hospital, PSU hospital. Central government hospital managed by central government such as AIMS, PGIS, etc. Central government hospital manage ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇതിന് എയിംസും PGIS-ഉം ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ബാക്കിയുള്ളത് വായിച്ചു. Okay, state government hospital. ഇത് those managed by state government such as district hospitals. State government hospital manage ചെയ്യുന്നത് state government തന്നെയാണ്. പിന്നെ municipal hospital. Those managed by district administration. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്നത്. പിന്നെ PSU ഹോസ്പിറ്റൽ, those managed by specific PSU like railway, Coal India Limited, etc. PSU എന്താ മിസ്സേ? PSU എന്ന് പറഞ്ഞ പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണ് കേട്ടോ. റെയിൽവേ ഹോസ്പിറ്റൽ പോലെ, കോൾ ഇന്ത്യ ലിമിറ്റഡ് പോലെ അങ്ങനെയുള്ള, അതായത് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസിനാണെന്ന് പറയുന്നത് PSU എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ബാക്കി വായിച്ചു. ഇനി അടുത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. സ്വകാര്യ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ആയിരിക്കും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടക്കുന്നത്. പിന്നെ ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, hospital that have the business purpose. Individual or partnership hospitals that are owned by individual or in partnership. Corporate hospitals owned by private company. Not for profit hospitals owned by NGO, charitable organization that do not have a business purpose connected with it. ഓക്കെ, ജൂബി വർഗീസ് ചെയ്തോളൂ കേട്ടോ. Okay. അപ്പൊ നമുക്കറിയാം ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉടമസ്ഥാവകാശമാണ് അല്ലെ.
അതായത് നമ്മൾ ഓൺ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ഓണർ ആണെങ്കിൽ എന്ത് പറയും അല്ലെ, നമ്മൾക്കാണ് ആ ഒരു വസ്തുവിന്റെ മേല് ഓണർഷിപ്പ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെയാണ്, അതായത് ഹോസ്പിറ്റലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓണർഷിപ്പിന്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെയാണിത് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ, പബ്ലിക് ഹോസ്പിറ്റൽ. രണ്ടാമത്തേതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പബ്ലിക് ഹോസ്പിറ്റൽ. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ്. അതായത് ഹോസ്പിറ്റല് ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലാണെങ്കിൽ, ഗവൺമെന്റ് ആണ് അതിന്റെ ഉടമയെങ്കിൽ അതിനെ എന്താ പറയാ, പബ്ലിക് ഹോസ്പിറ്റൽസ് എന്നാണ് പറയാ. ഓക്കെ, അപ്പോ പബ്ലിക് ഹോസ്പിറ്റൽസിനെ തന്നെ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനകത്ത് ആദ്യത്തേതാണത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് സച്ച് ആസ് എയിംസ്, PGIs, etc. അതായത് ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ അതിനെ എന്താണ് പറയാ, അതിനെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നാണ് പറയാ. അതായത് ഒരു ഹോസ്പിറ്റല് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ നമ്മള് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അതാണ് എന്ത് വരുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എയിംസ് എന്ന് പറഞ്ഞാല് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PGI എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, എഴുതുന്നുണ്ടോ നിങ്ങള്? അപ്പോ അത് രണ്ടുമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതെന്താന്ന് നോക്കാം. ദോസ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് സച്ച് ആസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അപ്പോ നമുക്കറിയാം അല്ലെ, സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നതാണ് ജില്ലാ ആശുപത്രികള്. നിങ്ങളുടെ ജില്ലയിലുള്ള ആശുപത്രി, ജില്ലാ ആശുപത്രികൾ ഉണ്ടല്ലോ, ഗവൺമെന്റ് ആശുപത്രികള്, ജില്ലാ ഗവൺമെന്റ് ആശുപത്രികള്, അതാരുടെ കീഴിലാണ് വരുന്നത്, അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെ നമ്മള് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ. ദോസ് മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അതിനെ മാനേജ് ചെയ്യുന്നത് ജില്ലാ തലത്തിലുള്ള ഭരണ സംവിധാനമാണ്. മീൻസ് കളക്ടറേറ്റിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, ആ ഹോസ്പിറ്റലുകള് പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടർ ഭരണാധികാരിയായിട്ടുള്ള ഇതാണെന്ത് ഈ ഒരു ഇതില് വരുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഒരു ഇതിരിക്കുന്നത് എവിടെയാ, നമ്മൾ കളക്ടർ ഇരിക്കുന്ന ഓഫീസിലുണ്ടല്ലോ, അവിടെയാണ് ഇതിന്റെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇത് ചെയ്യുന്നത്, മുനിസിപ്പൽ ഹോസ്പിറ്റലിനെ ഓൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കീഴിലാണത് പ്രവർത്തിക്കുന്നത്. ഇനി PSU hospital, those managed by specific PSU like railway, Coal India Limited, etc. അതായത് ചില ഹോസ്പിറ്റലുകൾ എന്താണ് PSU, അതായത് പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റലാണ്. അതായത് ഇപ്പോ റെയിൽവേ പോലുള്ള ഹോസ്പിറ്റൽ, ഇപ്പോ ഞാൻ പറയാം, ഇപ്പോ റെയിൽവേയുടെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ കോൾ ഇന്ത്യ പോലുള്ള, അതായത് ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ് എന്തെങ്കിലും എമർജൻസിയോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം അല്ലെ. അതുപോലെ തന്നെ വേറെയും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പോ ഗവൺമെന്റിന്റെ ഇതില്, അതായത് ചില സ്ഥാപനങ്ങളുണ്ട് ഗവൺമെന്റിന്, അപ്പൊ ആ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്. അതിനെയാണ് പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. PSUന്റെ ഫുൾ ഫോം ആണ് പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി നെക്സ്റ്റ്
പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമുക്കറിയാലോ, ആസ് യൂഷ്വലി നമുക്കറിയാം ഹോസ്പിറ്റൽ ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ. ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്വകാര്യ സംഘടന ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയാ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. ഇപ്പൊ എന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ എന്താണ്, അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. കാരണം എന്താ, ഞാനൊരു സ്വകാര്യ വ്യക്തിയല്ലേ. അപ്പൊ എന്താണ്, എന്റെ പേരിലുള്ള ഹോസ്പിറ്റലില് ഞാനാണ് അതിന്റെ ഓണറായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇതിനെ തന്നെ, ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ തന്നെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ആദ്യത്തേതാണ് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽസ് ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്. അതായത് ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. ചില ഹോസ്പിറ്റലുകൾക്ക് നമുക്കറിയാം അവർക്ക് എന്താണ്, ഫുൾ ആയിട്ട് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതായത് പണം എന്നുള്ള ഒരു വിചാരം മാത്രമേ അവർക്കുള്ളൂ. അതായത് രോഗികളുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് പണം മേടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് ഇത് പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ്. അതായത് ഒന്നില്ലെങ്കിൽ എന്താണ്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ 2-3 വ്യക്തികൾ ചേർന്നിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെയൊക്കെ ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുള്ളൂ. ഷെയറിൽ 2-3 ആളുകളുടെ ഷെയറിലൊക്കെ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കും. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്, അവരുടെ ഷെയറിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അതാണ് എന്ത്, പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ്, ഒരാള് മാത്രമല്ല ഓണർഷിപ്പ് ഇവിടെ വരുന്നത്, ഷെയർ ആണ് അല്ലെ. ഇപ്പൊ ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും ആർക്ക് തന്നെയാ വരുന്നത്, ഷെയർ ആവണം അല്ലെ. അതായത് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ്. ഇനി അടുത്തത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് കമ്പനി. ഓക്കെ, അതായത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, ചില സ്വകാര്യ കമ്പനികൾ, വലിയ വലിയ കമ്പനികളൊക്കെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റ, അതുപോലെ തന്നെ എന്താ പറയാ, എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന പറഞ്ഞതിപ്പോ അതാണ്, ടാറ്റയുടെ ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഒരു ടാറ്റ എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനിയാണ് അല്ലെ. ആ ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളാണത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, അതായത് നമുക്കറിയാം പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ചില ചാരിറ്റബിൾ സംഘടനകളുണ്ട് അല്ലെ നമ്മുടെ നാട്ടില്. അവരുടെയൊക്കെ കീഴിൽ അതായത് ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ എന്താണ്, കുറച്ച് സർവീസ് എന്ന രീതിയിൽ, സേവനം എന്ന രീതിയിൽ ആളുകൾക്ക് മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങി വെച്ചിരിക്കുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ അവർക്ക് ലാഭമല്ല, അവര് ചെയ്യുന്നത് സേവനമാണ്. ഓക്കെ, തുച്ഛമായ എമൗണ്ടിലായിരിക്കും എന്ത് ചെയ്യുക, അവര് നമ്മുടെ പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ട്രീറ്റ്മെന്റ് തരിക. NGO എന്ന് പറഞ്ഞാൽ എന്താ? NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ NGO എന്ന് പറഞ്ഞാൽ. അതായത് ഗവൺമെന്റിന്റേതല്ലാത്ത സ്ഥാപനങ്ങൾ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഒക്കെ എന്ത് ചെയ്യും, ആളുകൾക്ക് മെഡിക്കൽ കെയർ കൊടുക്കും. പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, സേവനം എന്ന രീതിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ആണ് ഇതിൽ വരുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ മാം, ആ എയിംസിന്റെ ഇതൊന്ന് പറയാമോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ. PG എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു, ഓണർഷിപ്പ് വരെയാണ് എടുത്തത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, ആ സെക്കൻഡറി കെയർ ഒന്നുകൂടെ പറഞ്ഞുതരാമോ? സെക്കൻഡറി കെയറോ? സെക്കൻഡറി കെയർ പറഞ്ഞാല് പ്രൈമറി കെയർ കൊടുക്കുന്നത്, അതായത് പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി എന്താ പറയാ ലെവല് കൂടിയ ടൈപ്പ് എന്താണ് ഹോസ്പിറ്റൽസ് ആണത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. അവിടെ എന്താണ്, ജനറൽ സർജറി നടക്കുന്നുണ്ട്. ജനറൽ സർജറി എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ടൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, സർജറി നടത്തും.
ഓക്കെ. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മാരകമല്ലാത്ത രോഗങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഓപ്പറേഷൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ പ്രൊസീജിയേഴ്സ് അവിടെ നടത്തും. ICU പോലുള്ള സംവിധാനങ്ങളിൽ രോഗിയെ കിടത്തും. അതുപോലെ തന്നെ സിസേറിയൻ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു എന്താ, പ്രൈമറി കെയറിൽ ഡെലിവറി മാത്രമാണെങ്കിൽ സെക്കൻഡറി കെയറിലേക്ക് വരുമ്പോൾ സിസേറിയനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് CHCയും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഡിവിഷണൽ ഹോസ്പിറ്റലും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഒരു ലാർജ് നമ്പർ ഓഫ് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരേ സമയം അറ്റ് എ ടൈമിൽ തന്നെ കുറെ അധികം പേര് വന്നാൽ തന്നെ എന്ത് ചെയ്യാം, ഇവർക്ക് എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യാം. അതിനുള്ള എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ സ്റ്റാഫുകളും എവിടെ അവൈലബിൾ ആണ്, സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഒരു എമർജൻസി കെയർ വന്നാൽ തന്നെ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എപ്പോഴൊന്നും ഓർക്കുക, ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിനേക്കാളും എപ്പോഴും താഴ്ന്നതായിരിക്കും എവിടെ ഉണ്ടാവുക, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഓക്കെ. മാം അതിന്റെ നോട്ട് തരാ പറഞ്ഞിട്ടില്ലേ? എന്താ സിംഗിൾ സ്പെഷ്യാലിറ്റി അതിന്റെ നോട്ട് തരാ പറഞ്ഞിട്ടില്ലേ? അത് ഞാൻ തരാം. അതാണ് ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടം വരെ ഇന്ന് എടുത്താൽ മതി, കുറച്ച് എഴുതാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സിംഗിൾ സ്പെഷ്യാലിറ്റി ഞാൻ പറയാം. അതിനു മുമ്പ് ഹോസ്പിറ്റലിന്റെ അബ്രിവിയേഷൻ എഴുതണം. അതായത് ഓരോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഓരോ ലെറ്ററിനും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ആദ്യം തന്നെ ഹോസ്പിറ്റലിന് താഴേക്ക് എഴുതാം. ഓക്കെ. HOSPITAL എന്ന് എന്ത് ചെയ്യണം, താഴേക്ക് എഴുതണം. എന്നിട്ട് ഓരോ ലെറ്ററിന്റെ നേരെ എന്താണ് അത് മീൻ ചെയ്യുന്നത് എഴുതണം. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. ഞാന് ഒരു പ്രാവശ്യം പറയും, നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തിട കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. H എന്താണ്? H എന്ന് പറഞ്ഞാല് ഹീലിംഗ് എന്നാണ് അർത്ഥം. ഹീലിംഗ് കേട്ടോ. ഹീലിംഗ് മീൻസ് സുഖപ്പെടുത്തുക. ഞാൻ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹീലിംഗ് എന്ന് പറഞ്ഞാല് സുഖപ്പെടുത്തുക. ഇനി നെക്സ്റ്റ് O എന്താണ്? O എന്ന് പറഞ്ഞാല് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താ? നിരീക്ഷിക്കുക. അടുത്തത് S, സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ. മേൽനോട്ടം വഹിക്കുക. മേൽനോട്ടം വഹിക്കുക. ഇനി P എന്ന് പറഞ്ഞാല് പെർസ്വേഷൻ. പെർസ്വേഷൻ കേട്ടോ. പെർസ്വേഷൻ. ഉപദേശിക്കുക. ഉപദേശിക്കുക. ഇനി I for ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷിക്കുക. അന്വേഷിക്കുക. T for ട്രീറ്റ്മെന്റ് കേട്ടോ. ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചികിത്സിക്കുക. ഇനി A for അഷുറൻസ്. അഷുറൻസ് മീൻസ് ഉറപ്പ് നൽകുക. ഓക്കെ. അപ്പൊ ലാസ്റ്റ് വൺ L എന്തായിരിക്കും? എല്ലിന്റെ മീനിങ് എന്തായിരിക്കും?
ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? എന്തായിരിക്കും? ലബോറട്ടറി ആണോ? എന്താ? ലബോറട്ടറി ആണോ? അല്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ ലാസ്റ്റ് വരും. ലേണിംഗ് ആണോ? അല്ല. ലീഗലി ആണോ? അല്ല. ലീവിംഗ് ആണോ? ലൈഫ് ആണോ മാം? ലൈഫ് അല്ല. ലേസർ ആണോ? ലോങ് ലാസ്റ്റിംഗ് ആണോ? അല്ല അല്ല. ലേസർ ആണോ? ലേണിംഗ് ആണോ? എന്താ ഇതാ? ലേസർ. ലെഷർ ആണ് കേട്ടോ, സുഖപ്പെടുത്തുക. ലെഷർ കേട്ടോ, എന്നോട് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ്, ഇത്രയും മീനിങ്ങുകളാണ്. അപ്പൊ നമ്മൾ വെറുതെ ഹോസ്പിറ്റൽ എന്നല്ല പറയുന്നത് അല്ലെ. ആ ഹോസ്പിറ്റൽ എന്ന് നമ്മൾ പറയുന്നതിന് എന്തുണ്ട്, അർത്ഥങ്ങളുണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. എന്താ മോളെ? സ്പെല്ലിങ് മാം ഹീലിംഗും ലേഷറും ഒരേ മീനിങ്ങാ? എന്താ? ഹീലിംഗിന്റെയും ലേഷറിന്റെ മീനിങ് സെയിം ആണോ? അല്ല 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 അല്ല. വിശ്രമാവസ്ഥ കേട്ടോ, വിശ്രമാവസ്ഥ വരുന്നുണ്ട് ലെഷർ. ലേഷർ എന്താ മീനിങ്? വിശ്രമാവസ്ഥ. ഓക്കെ, അതായത് ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞ് രോഗി എന്താ ഓക്കെ ആവുമല്ലോ, ഒരു സമാധാനത്തിൽ കിടക്കില്ലേ, അതാണ് ലാസ്റ്റ് കേട്ടോ. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ നിങ്ങള്. Dash is the first contact between village community and the medical officer. എഴുതിയോ? യെസ് മാം. ഇനി അതിന്റെ താഴെയിട്ട് ഒരെണ്ണം കൂടി എഴുതാം. ഡാഷ്. ക്വസ്റ്റ്യൻ തന്നെയാണോ മാം? ക്വസ്റ്റ്യൻ തന്നെ. ഡാഷ് സൂപ്പർവൈസ്ഡ് and maintained state government under minimum basic need program. Under minimum basic need program. ലാസ്റ്റ് വേർഡ് എന്തായിരുന്നു? അണ്ടർ നീഡ്. ഏതാ? PS സൂപ്പർവൈസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർ മിനിമം ബേസിക് നീഡ് പ്രോഗ്രാം. ഓക്കെ, ഫസ്റ്റത്തേന് എന്താണ് ആൻസർ വരിക? ഡാഷ് ഈസ് ദ ഫസ്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ. എന്താ വരിക?
വില്ലേജ് കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറും തമ്മിലുള്ള കോണ്ടാക്ട് അല്ലെ, എവിടെയാ നടക്കുന്നേ ആ ഒരു കോണ്ടാക്ട്? PHC കേട്ടോ. അതിന് ആൻസർ വരുന്നത് PHC ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതിനെന്താണ് ആൻസർ വരിക? അതിനെന്താ ആൻസർ വരിക? CHC ആണോ മാം? അല്ല, PHC തന്നെയാണ് കേട്ടോ. അതായത് ഗവൺമെന്റിന്റെ എന്താ പറയാ, PHC ആണ്. മിനിമം ബേസിക് നീഡ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്ന ഹോസ്പിറ്റലാണിത് PHC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി PHC-യിലും ആയാലും CHC-യിലായാലും ഒക്കെ എന്താണ് OP എന്ന് പറയുന്നത് ഇത്ര അവർ ഉണ്ടാവാം മിനിമം? OP പ്രവർത്തിക്ക് എത്ര അവറാ ഒരു ഹോസ്പിറ്റലില്? 8 hour ആണോ മാം? OP പ്രവർത്തിക്കുന്നത് എത്ര? 9 hours ആണോ? അല്ല, 8 hours. Hours ആണോ? 10 hours. 10 3 hours ആണോ മാം? 6 4 2 hours ആണോ മാഡം? നിങ്ങളൊന്ന് കൂട്ടി നോക്കിയ ഡോക്ടർമാരെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ അവർ എത്ര മണിക്കൂറായി ഉണ്ടാവും? 6 hours ആണ്. 6 മണിക്കൂറാണ് ഡോക്ടർമാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ 8 മണിക്കൂർ എന്ന് പറയുന്നത് അതായത് OP പ്രവർത്തിക്കുക 6 മണിക്കൂറാണ്. അതുപോലെ തന്നെ നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ കയറുമ്പോൾ വർക്ക് ചെയ്യാനൊക്കെ കയറുമല്ലോ, നമുക്ക് ഉണ്ടാവുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്, 8 hours ആണ്. ഓക്കെ, മനസ്സിലായോ? മാം അത് എഴുതണ? ആ എഴുതിക്കോളൂ, എഴുതിക്കോളൂ, കുഴപ്പമില്ല, എഴുതിക്കോളൂ. വേറെ ചാപ്റ്ററിൽ വരുന്നുണ്ട്, മറ്റേ ഡ്യൂട്ടി ഒക്കെ വരുന്നുണ്ട്. സാധാരണ നമ്മൾ ജോലി കയറി കഴിഞ്ഞാല് 3 ഷിഫ്റ്റുകളിലായിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് കയറുക. ഓക്കെ, അപ്പൊ 8 മണിക്കൂറാണ് ഒരാളുടെ ഡ്യൂട്ടി വരുന്നത്, 3 ഷിഫ്റ്റ് ആയിട്ട് അല്ല. 3 ഷിഫ്റ്റ് ആകുമ്പോൾ 24 മണിക്കൂറാവും. കാരണം 24 മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ ആളുകൾ ഒരിക്കലും സ്പേസ് ഇടാൻ പാടില്ല അല്ലെ, അതായത് സ്പേസ് എപ്പോഴും ഫിൽ ആയിരിക്കണം അവിടുത്തെ. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മൾ രാവിലെ കയറി കഴിഞ്ഞാൽ 8 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് വരും, അടുത്ത ആള് ഡ്യൂട്ടിക്ക് കയറും അല്ലെ. അങ്ങനെ ആ ഒരു 8 മണിക്കൂർ ഡ്യൂട്ടിയാണ് എന്തുള്ളത് നമുക്കുള്ളത്. അപ്പൊ 3 ഷിഫ്റ്റുകളിലായിട്ടാണ് നമ്മൾ ജോലി ചെയ്യുക. പക്ഷെ OP-ലൊക്കെ എന്താണ്, OP വർക്ക് ചെയ്യുക ഡോക്ടർമാരൊക്കെ ഇരിക്കുക എത്ര നേരം? അത് 6 മണിക്കൂർ. ഓക്കെ, ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ഇത് നിങ്ങൾ എഴുതിയില്ല, ഇത് 2 എഴുതിയില്ലേ? അതുപോലെ തന്നെ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് എഴുതാം കേട്ടോ. പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് എഴുതാം. Primary care എഴുതി മാം. ഞാൻ പറയുന്നത് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ എന്ന് എഴുതാം. പ്രൈമറി കെയറിന് ഹെഡിങ് കൊടുക്കേ വേണ്ടേ? പ്രൈമറി കെയർ ഹോസ്പിറ്റലിന് ഒരു സബ് ഹെഡിങ് ആക്കി കൊടുക്കണം. ഇനി എന്താ എഴുതണ്ടേ? ഫസ്റ്റ് കോണ്ടാക്ട്. ക്ലിയർ ആവുന്നില്ല മാം. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കിട്ട് ഞാൻ പറയട്ടെ. പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അതിന്റെ നേരെ എഴുതുക ഫസ്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ. ഫസ്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ. ഓക്കെ, ഇനി സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന് കൊടുക്കുക.
എന്നിട്ട് എഴുതുക. These are first level of referral service. ഞാനൊരു ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആകാത്തവർക്ക് അവിടെ നോക്കാം. These are first level of referral service. അതായത് ഇവിടെ നിന്നാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ആളുകളെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത് കേട്ടോ. അതാണ് റെഫറൽ സർവീസ് എന്ന് എന്തിനെ പറയുന്നത്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിനെ പറയുന്നത്. ഇനി എന്ത് ചെയ്യാ, ടെർഷറി കെയർ ഹോസ്പിറ്റലിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതുക includes highly specialized hospital. കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കമന്റ് ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സ് ഒന്ന് നോക്കാം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? യെസ് മാം. യെസ് മാം. ഇനി നിങ്ങൾ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യം, വ്യാഴാഴ്ച ആണല്ലോ അടുത്ത ക്ലാസ് വരിക. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ സ്പെഷ്യാലിറ്റി ഒക്കെ പറഞ്ഞില്ലേ, എന്തൊക്കെ പറഞ്ഞു, സിംഗിൾ സ്പെഷ്യാലിറ്റി പറഞ്ഞു, മൾട്ടി സ്പെഷ്യാലിറ്റി പറഞ്ഞു, സൂപ്പർ സ്പെഷ്യാലിറ്റി പറഞ്ഞു അല്ലേ. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കൊണ്ടുവരിക. റെഡിയാണോ? യെസ് മാം. ചെയ്തിട്ട് വരിക കേട്ടോ. നിങ്ങളുടെ ലാംഗ്വേജും ഇംപ്രൂവ് ആവും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ചെയ്തിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? യെസ് മാം. അത് വെച്ചിട്ട് ഓക്കെ ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സമയമായി. ബാക്കിയുള്ള ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Hello, Andy. Mate,